ഉണ്ണീസ് വിജയപാതയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സമാഗതമായിരിക്കുന്ന ഈ അവസരത്തിൽ രാജ്യത്തിൻ്റെ സുദീർഘവും സംഭവബഹുലവുമായ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്വിസാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നമുക്ക് നേരെ ക്വിസിലേക്ക് കടക്കാം. ചോദ്യം 1. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാർ നിറവേറ്റാനുള്ള സമയം ഇതാ സമാഗതമായിരിക്കുന്നു. അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ, ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. ഇങ്ങനെ പ്രസംഗിച്ചതാര്, എപ്പോൾ? ഉത്തരം: പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു. 1947 ആഗസ്റ്റ് 15 ആരംഭിക്കുന്ന അർദ്ധരാത്രിയിൽ രാജ്യത്തോടായി ചെയ്ത പ്രസംഗത്തിൽ. ചോദ്യം 2. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം: ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന്. ചോദ്യം 3. ഒരു സംഘം വ്യാപാരികൾ ചേർന്ന് ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം: 1599 സെപ്റ്റംബർ 22. ചോദ്യം 4. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്? ഉത്തരം: 1600 ഡിസംബർ 31. ചോദ്യം 5. ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് അയച്ച കപ്പലിൻ്റെയും കപ്പിത്താൻ്റെയും പേരുകൾ എന്തൊക്കെയാണ്? ഉത്തരം: കപ്പലിൻ്റെ പേര് ഹെക്ടർ, കപ്പിത്താൻ്റെ പേര് ഹോക്കിൻസ്. ചോദ്യം 6. കച്ചവടത്തിനായി മുംബൈയിൽ പാണ്ഡികശാല കെട്ടാനുള്ള അനുവാദം ഹോക്കിൻസിന് ആരിൽ നിന്നാണ് കിട്ടിയത്? ഉത്തരം: ജഹാംഗീർ ചക്രവർത്തി. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറാണ് ഹോക്കിൻസിന് അനുവാദം നൽകിയത്. ചോദ്യം 7. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഖ്യ വ്യാപാര സ്ഥലം ഏത്? ഉത്തരം: കൊൽക്കത്ത. ചോദ്യം 8. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ പണിത കോട്ടയുടെ പേര്? ഉത്തരം: ഫോർട്ട് വില്യം. ചോദ്യം 9. ചെന്നൈയിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ടയേത്? ഉത്തരം: ഫോർട്ട് സെൻറ്റ് ജോർജ്. ചോദ്യം 10. ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിൽ തുടങ്ങാൻ ഇടയാക്കിയ യുദ്ധം ഏത്? ഉത്തരം: പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം നടന്നത്. ചോദ്യം 11. സിറാജുദ്ദൗളയെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച സൈന്യാധിപൻ ആര്? ഉത്തരം: മിർ ജാഫർ. ചോദ്യം 12. ബംഗാളിലെ ബ്രിട്ടീഷ് ഭരണം ഉറപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ബക്സർ യുദ്ധമാണ്. ഇത് നടന്ന വർഷം ഏത്? ഉത്തരം: 1764. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിച്ചതും ഈ യുദ്ധവിജയം തന്നെയാണ്. ചോദ്യം 13. പിൻഗാമികളില്ലാതെ മരണമടയുന്ന നാട്ടുരാജ്യങ്ങളുടെ ഭരണാവകാശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന കമ്പനിയുടെ ഗവർണർ ജനറൽ ആര്? ഉത്തരം: ഡൽഹൌസി പ്രഭു. ചോദ്യം 14. അമ്പും വില്ലും ഉപയോഗിക്കുന്ന ആദിവാസികളായ കുറിച്യ പടയുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാരെ നേരിട്ട കേരളത്തിലെ ഭരണാധികാരി? ഉത്തരം: കേരളവർമ്മ പഴശ്ശിരാജ. ചോദ്യം 15. ബ്രിട്ടീഷുകാരോട് പൊരുതി മണ്ണടിയിൽ വെച്ച് മരിച്ച കേരളത്തിലെ പടത്തലവൻ? ഉത്തരം: വേലുത്തമ്പി ദളവ. ചോദ്യം 16. മൈസൂർ കടുവ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി ആര്? ഉത്തരം: ടിപ്പു സുൽത്താൻ. ചോദ്യം 17. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം: 1857 മാർച്ച് 21. ചോദ്യം 18. ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് പരിഹസിച്ച് വിളിച്ച ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? ഉത്തരം: മംഗൾ പാണ്ഡെ. ചോദ്യം 19. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത റാണി ലക്ഷ്മിബായിയോടൊപ്പം പൊരുതിയ 2 പ്രമുഖ നേതാക്കൾ ആരെല്ലാം? ഉത്തരം: നാനാ സാഹേബ് താന്തിയ തോപ്പി. ചോദ്യം 20. ഒന്നാം സ്വാതന്ത്ര്യ സമരക്കാർ ഇന്ത്യയുടെ ചക്രവർത്തിയായി വാഴിച്ചതാരെ? ഉത്തരം: ബഹദൂർ ഷാ രണ്ടാമൻ. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നുണ്ട്. ചോദ്യം 21. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരാജയപ്പെടുത്തിയതോടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും 1858 ആരാണ് ഏറ്റെടുത്തത്? ഉത്തരം: ബ്രിട്ടീഷ് സർക്കാർ. ചോദ്യം 22. ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയായി
ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ആളുടെ സ്ഥാനപ്പേര്? ഉത്തരം വൈസ്രോയ്. ചോദ്യം 23. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന പരാജയ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഇന്ത്യക്കാരുടെ അനൈക്യവും ദേശീയബോധമില്ലായ്മയും. ചോദ്യം 24. ഗാന്ധിജിയും തിലകനും ദേശീയ പ്രസ്ഥാനത്തിൽ വരുന്നതിനും മുന്നേ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെയും വിദേശ വസ്തു ബഹിഷ്കരണത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി പ്രായോഗികമാക്കാൻ ശ്രമിച്ച ദേശാഭിമാനി ആര്? ഉത്തരം ബൽവന്ത് റായ് പത്കെ. ചോദ്യം 25. ഗാന്ധിജി മുഖ്യ സമരമാർഗമാക്കിയവ ഏത്? ഉത്തരം വിദേശി വസ്തു ബഹിഷ്കരണം, സ്വദേശി പ്രസ്ഥാനം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വലതുഭാഗത്ത് കാണുന്ന ബെൽ അടയാളം കൂടി അമർത്തുക. ഒപ്പം ഓൾ എന്നുകൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യുക. എല്ലാറ്റിനും പുറമെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്ക് വീഡിയോ തുടരാം. ചോദ്യം 26. വന്ദേമാതരം ഗാനം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 27. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏതു കൃതിയിലാണ് വന്ദേമാതര ഗാനം ഉള്ളത്? ഉത്തരം ആനന്ദമഠം എന്ന നോവലിൽ. ചോദ്യം 28. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 29. ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി ഭാര്യയും മരിച്ചു കൊള്ളണം എന്നു പണ്ടുണ്ടായിരുന്ന ക്രൂരമായ ആചാരം ഏത്? ഉത്തരം സതി. ചോദ്യം 30. സതി സമ്പ്രദായത്തിനെതിരെ പ്രചരണം നടത്തിയ സാമൂഹ്യ പ്രവർത്തകൻ ആര്? ഉത്തരം രാജാ റാം മോഹൻ റായ്. ചോദ്യം 31. സതി സമ്പ്രദായം നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെൻഡിങ് പ്രഭു. ചോദ്യം 32. ആലസ്യം വിട്ടുണരുക, ലക്ഷ്യത്തിലേക്ക് കുതിക്കുക ആരുടെ വാക്കുകളാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ചോദ്യം 33. ഇന്ത്യക്കാരിൽ ആത്മാഭിമാനം വളർത്തുന്നതിൽ ഏറ്റവും മഹത്തായ പങ്കുവഹിച്ച സന്യാസി ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ചോദ്യം 34. ഇന്ത്യക്കാരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുംബൈയിൽ 1885 ഡിസംബർ 28-ന് രൂപീകരിച്ച സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചോദ്യം 35. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആര്? ഉത്തരം അലൻ ഒക്ടേവിയൻ ഹ്യൂം, AO ഹ്യൂം. ചോദ്യം 36. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം വ്യോമേഷ് ചന്ദ്ര ബാനർജി, WC ബാനർജി. ചോദ്യം 37. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 38. തിളങ്ങി നിന്ന നക്ഷത്രദീപം എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം 39. ഹിന്ദുവും മുസ്ലിമും ഭാരതത്തിൻ്റെ രണ്ട് കണ്ണുകളാണ്, ഒന്നിനു കാഴ്ചയേറ്റാൽ മറ്റതും നിഷ്പ്രഭമാവും ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം 40. ആട്ടിൻകുട്ടിയെപ്പോലെ ശാന്തശീലവും സിംഹത്തിൻ്റെ ധൈര്യവും ഒരു കുറ്റമെന്ന് തോന്നിപ്പോകുന്നത്ര ഭൂതദയയുമുള്ള വിജ്ഞാനിയായിരുന്നു ഗോഖലെ, ഇത് പറഞ്ഞതാര്? ഉത്തരം ഗാന്ധിജി. ചോദ്യം 41. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 42. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഉത്തരം ലോകമാന്യ ബാലഗംഗാധര തിലകൻ. ചോദ്യം 43. തിലകൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന 2 പത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം മറാഠ, കേസരി. ചോദ്യം 44. ബംഗാൾ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 1905 ഒക്ടോബർ 16. ചോദ്യം 45. ബംഗാൾ വിഭജനം നടത്തിയത് വഴി ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? ഉത്തരം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക. ചോദ്യം 46. ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആര്? ഉത്തരം കേഴ്സൺ പ്രഭു. ചോദ്യം 47.
ഇന്ത്യ വിഭജനത്തിന് വിത്തുപാകിയ വർഗീയ പ്രാതിനിധ്യ നിയമം 1909 ഏതു നിയമത്തിൻ്റെ ഭാഗമായാണ് നടപ്പാക്കിയത്? ഉത്തരം മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ചോദ്യം 48. ബംഗാൾ വിഭജനം റദ്ദാക്കിയതും ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയതും ഏതു വർഷമാണ്? ഉത്തരം 1911. ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭം കത്തിപ്പടർന്ന കാലത്ത് രചിക്കപ്പെട്ട അമർ സോനാർ ബംഗ്ല എന്ന ഗാനം പിൽക്കാലത്ത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായി. ആരാണ് അത് രചിച്ചത്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഈ അവസരത്തിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് വിദേശികൾ ഇവിടെ വന്നത് മുതൽ 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായൊരു ധാരണ ലഭിക്കുന്നതിന് സഹായിക്കുന്ന ഏതാനും വീഡിയോകളുടെ ലിങ്ക് ഞാൻ ചുവടെ തരുന്നുണ്ട്. അവ കൂടി ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കാണണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളവയായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നീ 3 ചാപ്റ്ററുകളുടെ വീഡിയോകളും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട 4 എപ്പിസോഡുകളും അവയുടെ ലിങ്ക് ചുവടെ തരുന്നുണ്ട്. അവ കൂടി കാണുക. ഈ വീഡിയോടൊപ്പം അതുകൂടി കണ്ടാൽ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 51. ഹോം റൂൾ പ്രസ്ഥാനത്തിൽ തിലകനോടൊപ്പം പ്രവർത്തിച്ച യൂറോപ്യൻ വനിതയാര്? ഉത്തരം ആനി ബസന്റ്. ചോദ്യം 52. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ 22 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മുംബൈയിൽ കപ്പലിറങ്ങിയത് എന്ന്? ഉത്തരം 1915 ജനുവരി 9. ചോദ്യം 53. ഗാന്ധിജി വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ജനുവരി 9 ഏതു പേരിലാണ് നാം ഇന്ന് ആചരിക്കുന്നത്? ഉത്തരം പ്രവാസി ഭാരതീയ ദിനം. ചോദ്യം 54. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വികസിപ്പിച്ചെടുത്ത സമരരീതി. സത്യവും അഹിംസയുമാണ് ആ സമരരീതിയുടെ ജീവൻ. എന്താണ് അതിൻ്റെ പേര്? ഉത്തരം സത്യാഗ്രഹം. ചോദ്യം 55. ഗവൺമെൻറ്റിനെതിരായ പ്രവർത്തനം നടത്തുന്നുവെന്ന് സംശയമുള്ളവരെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിൽ വെക്കാനും സർക്കാരിന് അധികാരം നൽകിക്കൊണ്ട് 1919 മാർച്ച് 18 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഏത്? ഉത്തരം റൗലറ്റ് ആക്ട്. ചോദ്യം 56. റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നയിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട പഞ്ചാബിലെ നേതാക്കൾ ആരെല്ലാം? ഉത്തരം സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ. ചോദ്യം 57. 1919 ഏപ്രിൽ 13 ജനങ്ങൾ എന്തിനായിരുന്നു ജാലിയൻ വാലാബാഗ് മൈതാനിയിലെത്തിയത്? ഉത്തരം തങ്ങളുടെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ. ചോദ്യം 58. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി ആര്? ഉത്തരം ബ്രിഗേഡിയർ ഡയർ. ചോദ്യം 59. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആരാണ്? ഉത്തരം മൈക്കേൽ ഒ ഡയർ. ചോദ്യം 60. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ രവീന്ദ്രനാഥ ടാഗോർ പ്രതിഷേധം പ്രകടിപ്പിച്ചതെങ്ങനെ? ഉത്തരം ബ്രിട്ടീഷ് രാജ്ഞി സമ്മാനിച്ച സർ സ്ഥാനം തിരികെ നൽകി. ചോദ്യം 61. ഇന്ത്യക്കാർക്കും ഭരണത്തിൽ പങ്കാളിത്തം നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1917 കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ. ചോദ്യം 62. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാരെല്ലാം? ഉത്തരം മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഇവർ സഹോദരങ്ങളാണ്. അലി സഹോദരന്മാർ എന്നിവർ അറിയപ്പെടുന്നു. ചോദ്യം 63. വിദ്യാഭ്യാസം മെല്ലെയായാലും മതി, സ്വരാജ് ഇനി വൈകിക്കാനാവില്ല, ഇത് പറഞ്ഞതാര്? ഉത്തരം CR ദാസ്, അതായത് മുഴുവൻ പേര് ചിത്തരഞ്ജൻ ദാസ്. ചോദ്യം 64. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മലബാറിൽ നടന്ന 1921 കലാപം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം. ചോദ്യം 65. ചൗരി ചൗര സംഭവം നടന്നത് എന്ന്? ഉത്തരം 1922 ഫെബ്രുവരി 5. ചോദ്യം 66. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചതിനെപ്പറ്റി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതെന്ത്? ഉത്തരം ഒരു ദേശീയ അത്യാഹിതം. ചോദ്യം 67. ഭഗത് സിംഗ്, ബടുകേശ്വർ ദത്ത്, ചന്ദ്രശേഖർ ആസാദ്
എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടന ഏത്? ഉത്തരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് സേന. ചോദ്യം 68. ഭഗത് സിംഗ് പഠിച്ച വിദ്യാലയത്തിൻ്റെ സ്ഥാപകനും അദ്ദേഹത്തിൻ്റെ ഗുരുവുമായ ആൾ ആര്? ഉത്തരം ലാല ലജ്പത് റായ്. ചോദ്യം 69. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടത്തിയ പ്രകടനം നയിച്ചതിന് ബ്രിട്ടീഷുകാരുടെ മർദ്ദനമേൽക്കുകയും രോഗശയ്യയിലാവുകയും തുടർന്ന് 1928 നവംബർ 17 മരണപ്പെടുകയും ചെയ്ത പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ്? ഉത്തരം ലാല ലജ്പത് റായ്. ചോദ്യം 70. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ നേരെ ബ്രിട്ടീഷുകാർ നടത്തിയ ലാത്തിപ്രയോഗത്തിനെതിരെ എൻ്റെ നെഞ്ചത്ത് ഏൽപ്പിച്ച ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ അടിച്ചു കയറ്റിയ ആണികളാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം ലാല ലജ്പത് റായ്. ചോദ്യം 71. ലാലാജിയെ ക്രൂരമായി തല്ലിച്ചതച്ച സാൻഡേഴ്സ് എന്ന സായിപ്പിനെ വധിച്ച് 1928 ഡിസംബർ 17 ആ സായിപ്പിനെ വധിച്ച് പകരം വീട്ടിയ ശിഷ്യൻ ആര്? ഉത്തരം ഭഗത് സിംഗ്. ചോദ്യം 72. സാൻഡേഴ്സിനെ വധിച്ചതിനും നിരവധി സ്ഥലങ്ങളിൽ ബോംബ് ഫാക്ടറികൾ സ്ഥാപിച്ച് രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർക്ക് വധശിക്ഷ വിധിച്ച കേസ് അറിയപ്പെട്ടത് ഏത് പേരിൽ? ഉത്തരം ലാഹോർ ഗൂഢാലോചന കേസ്. ചോദ്യം 73. ലാഹോർ ഗൂഢാലോചന കേസിൽ പ്രതിയായി തടവിലിരിക്കെ 62 ദിവസം നീണ്ടുനിന്ന നിരാഹാര വ്രതമനുഷ്ഠിച്ച് മരണം വരിച്ച വിപ്ലവകാരി? ഉത്തരം ജതിൻ ദാസ്. ചോദ്യം 74. കൊലക്കയറിലേക്ക് നീങ്ങും മുമ്പ് ഭഗത് സിംഗ് വായിച്ചിരുന്നത് ആരുടെ ജീവചരിത്രമായിരുന്നു? ഉത്തരം ലെനിൻ. ചോദ്യം 75. ഭഗത് സിംഗിനെയും കൂട്ടാളികളെയും വധശിക്ഷയ്ക്കിരയാക്കിയത് എന്ന്? ഉത്തരം 1931 മാർച്ച് 23 തിങ്കൾ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വലതുഭാഗത്ത് കാണുന്ന ബെൽ അടയാളം കൂടി അമർത്തുക. ഒപ്പം ആൾ എന്നുകൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. ചോദ്യം 76. ഭഗത് സിംഗും കൂട്ടരും തലമുറകൾക്ക് ആവേശം പകരാൻ നൽകിയ മുദ്രാവാക്യം ഏത്? ഉത്തരം ഇൻക്വിലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ എന്നാണ് അതിനർത്ഥം. കവിയും മാധ്യമപ്രവർത്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ മൗലാന ഹസ്രത് മൊഹാനിയാണ് ഇങ്ങനെയൊരു മുദ്രാവാക്യം രചിച്ചത്. പക്ഷേ അതിന് ഏറെ വ്യാപകമായ പ്രചാരം ലഭിച്ചത് ഭഗത് സിംഗും കൂട്ടരും അത് ഉയർത്തിയതോടുകൂടിയാണ്. ചോദ്യം 77. സായുധ വിപ്ലവം വഴി ഇന്ത്യയിൽ ഒരു പ്രദേശത്തെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിച്ച് ഒരാഴ്ചക്കാലത്തേക്ക് അതിൻ്റെ ഭരണാധികാരിയായി തീർന്ന വിപ്ലവകാരി ആര്? ഉത്തരം ചിറ്റഗോങ് പിടിച്ചെടുത്ത സൂര്യാസെൻ. ചോദ്യം 78. മൊണ്ടേഗ് ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പാക്കി 10 വർഷം കഴിഞ്ഞ് അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 1929 ഫെബ്രുവരി 9 ഇന്ത്യയിലെത്തിയ കമ്മീഷൻ ഏത്? ഉത്തരം സൈമൺ കമ്മീഷൻ. ചോദ്യം 79. ഇന്ത്യയിലെമ്പാടും ജനങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രതിജ്ഞയെടുത്തത് എന്ന്? ഉത്തരം 1930 ജനുവരി 26. ചോദ്യം 80. ഇന്ത്യയെ എത്രയും വേഗം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും കോൺഗ്രസ് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ഉത്തരം ഗാന്ധിജിയെ. ചോദ്യം 81. ഗാന്ധിജി നിസ്സഹകരണ നിയമലംഘന സമരം എങ്ങനെ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്? ഉത്തരം ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട്. ചോദ്യം 82. എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം? ഉത്തരം ഇന്ത്യക്കാർ ഉപ്പുണ്ടാക്കരുത്. ഉപ്പിൻ്റെ നിർമ്മാണ കുത്തകാവകാശം ബ്രിട്ടീഷുകാർക്ക്. ചോദ്യം 83. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം സാധിച്ചു മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഗാന്ധിജി ഒരു മഹത്തായ യാത്രയുടെ സമാരംഭത്തിൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഏതാണ് യാത്ര? ഉത്തരം ദണ്ഡി യാത്ര. ചോദ്യം 84. അഹിംസാവ്രതക്കാരനായ ഒരു മനുഷ്യൻ്റെ കയ്യിലെ ഒരു പിടി ഉപ്പ് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. ഈ ഉപ്പ് പിടിച്ച മുഷ്ടി തകർത്തേക്കാം, പക്ഷേ ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇത് പറഞ്ഞതാര് എന്ന്? ഉത്തരം ഗാന്ധിജി. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട്. ചോദ്യം 85. കേരളത്തിൽ കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് നിയമ ലംഘനത്തിനായി കെ കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള പദയാത്രയിൽ പാടിയ ഒരു ദേശഭക്തി ഗാനമാണ് വരിക വരിക സഹചരെ സഹനസമര സമയമായി. ഈ ഗാനം രചിച്ചത് ആര്? ഉത്തരം അംശി നാരായണപിള്ള.
തമ്മിലടിപ്പിക്കാൻ ബംഗാൾ വിഭജനവും മുസ്ലിങ്ങൾക്ക് നിയമസഭയിൽ പ്രത്യേക പ്രാതിനിധ്യം ചോദ്യം 86. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ബംഗാൾ വിഭജനവും മുസ്ലിങ്ങൾക്ക് നിയമസഭയിൽ പ്രത്യേക പ്രാതിനിധ്യം നൽകാൻ നിർദ്ദേശിച്ച മിൻറ്റോ മോർലി പരിഷ്കാരവും പോലെ ഹിന്ദുക്കളിലെ സവർണരെയും അവർണരെയും തമ്മിലടിപ്പിക്കാൻ കൊണ്ടുവന്ന നിയമം ഏത്? ഉത്തരം കമ്മ്യൂണൽ അവാർഡ്. ചോദ്യം 87. കോൺഗ്രസിനകത്തു തന്നെ നിന്നുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തവർ ആരല്ല? ഉത്തരം ആചാര്യ നരേന്ദ്രദേവ്, ജയപ്രകാശ് നാരായൺ. ചോദ്യം 88. ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകാൻ 1935 കൊണ്ടുവന്ന ഇന്ത്യ ആക്ടിനെ പറ്റി എഞ്ചിനില്ലാതെ ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ള വണ്ടി എന്ന് പരിഹസിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 89. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 90. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 91. ഇന്ത്യൻ നാഷണൽ ആർമി ഭടന്മാരെ അഭിസംബോധന ചെയ്യാൻ സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിച്ച ഒരു അഭിവാദന ശബ്ദം പിന്നീട് രാജ്യം മുഴുവൻ ഏറ്റുപറഞ്ഞു, ഇന്നും ഉപയോഗിക്കുന്നു. ഏതാണ് ആ പദം? ഉത്തരം ജയ് ഹിന്ദ്. ചോദ്യം 92. ലാഹോർ ഗൂഢാലോചന കേസിനെ തുടർന്ന് പിടികിട്ടാപ്പുള്ളിയായി ഇന്ത്യയിൽ നിന്നും രക്ഷപ്പെട്ട് ജപ്പാനിലെത്തി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു കഴിയവേ ഇന്ത്യയോട് കൂറുള്ളവരെ ചേർത്ത് ഒരു ദേശീയ സേന രൂപീകരിച്ച വിപ്ലവകാരി ആര്? സേനയുടെ പേര്? ഉത്തരം റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലീഗ്. ചോദ്യം 93. ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഏത്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. ചോദ്യം 94. INAയുടെ ആഭിമുഖ്യത്തിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെതായ താൽക്കാലിക സർക്കാർ രൂപീകരിച്ചത് എവിടെ? ഉത്തരം സിംഗപ്പൂർ, 1943 ഒക്ടോബർ 21. ചോദ്യം 95. അല്ലയോ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ വിശുദ്ധ സമരത്തിൽ അങ്ങയുടെ അനുഗ്രഹാശിസ്സുകൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മഹാത്മജിയെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെ പ്രസംഗിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 1944 ആഗസ്റ്റ് 4 റംഗൂൺ റേഡിയോയിൽ കൂടി മുഴുവൻ ഇന്ത്യക്കാരോടുമായി പ്രസംഗിച്ചത് ആണ്. അതിൽ നിന്നുള്ള വാക്കുകളാണിവ. ചോദ്യം 96. മുംബൈയിൽ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? ഉത്തരം 1946 ഫെബ്രുവരി 18. ചോദ്യം 97. ഇനി അധികം താമസിപ്പിക്കാതെ ഇന്ത്യയെ നാം കൈയൊഴിയുകയാണ് നല്ലത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം ആ രാജ്യം നമ്മെ ചവിട്ടിപ്പുറത്താക്കും. നാം അപമാനിതരാവും. ഇന്ത്യയുടെ ശാശ്വത വൈരവും നാം സമ്പാദിക്കേണ്ടി വരും. ഇങ്ങനെ സ്ഥാനമേറ്റ ഉടനെ പ്രഖ്യാപിച്ചതാര്? ഉത്തരം ക്ലമൻ്റ് ആറ്റ്ലി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം സ്വീകരിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞതാണ് ഈ വാക്കുകൾ. ചോദ്യം 98. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ആരല്ല? ഉത്തരം സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ. ചോദ്യം 99. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? ഉത്തരം 1946 മാർച്ച് 23. ചോദ്യം 100. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തീരുമാനിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രിയായ ആറ്റ്ലി നടത്തിയത് എന്ന്? ഉത്തരം 1947 ഫെബ്രുവരി 27. ചോദ്യം 101. വൈസ്രോയിയായ വേവൽ പ്രഭുവിന് പകരം 1947 മാർച്ച് 24 വിക്ടോറിയ രാജ്ഞിയുടെ പ്രപൗത്രനാണ് വൈസ്രോയിയായി നിയമിതരായത്. ആരാണത്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ചോദ്യം 102. ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ വിഭജിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകുന്നതായി പ്രധാനമന്ത്രിയായ ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയത് എന്ന്? ഉത്തരം 1947 ജൂൺ 3. 3 ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ ലിങ്ക് ചുവടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട 4 എപ്പിസോഡുകളുടെ ലിങ്കും ചുവടെ തരുന്നുണ്ട്. അവയൊക്കെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വൈദേശികാധിപത്യത്തിന് കീഴിൽ നാം കഴിഞ്ഞു വന്ന കാലത്തെ ചരിത്ര സംഭവങ്ങളിൽ പ്രധാനപ്പെട്ടവയുമായ എല്ലാം തന്നെ ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അവ കൂടി നോക്കുക. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ യാതനകളെ, നമ്മുടെ യാതനകളെ, വേദനകളെ, ത്യാഗങ്ങളെ ഒക്കെ അറിയാനും അവയെക്കുറിച്ചോർത്ത് അഭിമാനഭരിതരാകുവാനും
സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.